എൻ വിജയന്റെ കുടുംബം വളരെ രൂക്ഷമായ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കെപിസിസിക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണമാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. എൻ വിജയന്റെ കുടുംബം അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും കെപിസിസിയും അതിനാവശ്യമായ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് എൻ വിജയനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച്. വയനാട് മുൻ DCC ട്രഷററാണ് എൻ വിജയൻ. സ്വന്തം മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത ആളാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് എൻ വിജയനെ കുറിച്ച്, മുൻ വയനാട് DCC ട്രഷററെ കുറിച്ചാണ്. കുടുംബം കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു, കൈമലർത്തുന്നു, അതാരാ എന്നാണ് ചോദിക്കുന്നത്. പിന്നീട് വിശദീകരിച്ച് കൊടുത്തപ്പോഴാണ് ഓർമ്മ വന്നത്. അതിനുശേഷം പറയുന്നു, അതൊക്കെ അവിടുത്തെ DCC നോക്കിക്കോളും, ഞങ്ങൾക്കറിയില്ല, കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്ന്. എത്ര ലാഘവത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് എന്ന് നോക്കൂ. സ്വന്തം മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മുൻ DCC ട്രഷറർ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചതാണ്. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കുടുംബം രംഗത്ത് വന്ന് കോൺഗ്രസ് നേതാക്കൾ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പരസ്യ പ്രസ്താവന നടത്തിയത്. അതേക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവിനോടും കോൺഗ്രസ് നേതാക്കളോടും ചോദിക്കുമ്പോൾ പറയുന്നത്, ഒന്നും അറിയില്ല എന്ന് DCC അത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടാകും എന്ന്. അതേക്കുറിച്ച് എന്ന് വെച്ചാൽ എൻ വിജയന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC ഒരു സമിതിയെ വെച്ചിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സമിതിയുടെ അധ്യക്ഷൻ. അദ്ദേഹം വയനാട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ച് റിപ്പോർട്ട് KPCCക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ KPCC അത് അട്ടത്ത് വെച്ചിരിക്കുകയാണ്, ഒരു നടപടിയും അതിൽ സ്വീകരിച്ചില്ല. അങ്ങനെയാണ് കുടുംബം രംഗത്ത് വരുന്നത്. ഇത് ഇപ്പോൾ രംഗത്ത് വരാൻ കാരണം, വയനാട്ടിൽ മറ്റൊരു കോൺഗ്രസ് നേതാവ്, വാർഡ് മെമ്പർ ആത്മഹത്യ ചെയ്യുന്ന അവസാനത്തെ കോൺഗ്രസ് നേതാവാണ്. മുള്ളംകൊല്ലി പഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പറായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് കൂടിയായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ഒരു കേസിൽ പ്രതിയാണ്. മറ്റൊരു കോൺഗ്രസ് നേതാവായ കാനാട്ടുമൽ തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും അതോടൊപ്പം കർണാടക മദ്യവും കൊണ്ടുവച്ച് പോലീസിനെ അറിയിച്ച് തങ്കച്ചനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലടച്ചു, കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി. അവസാനം മനസ്സിലായി തങ്കച്ചൻ നിരപരാധിയാണ്, കുറ്റവാളി പഞ്ചായത്ത് മെമ്പറായ ജോസ് നെല്ലേടമാണ് എന്ന്. ജോസ് നെല്ലേടം സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവച്ചതല്ല, DCC പ്രസിഡന്റിന്റെ നിർദ്ദേശമുണ്ട്, DCC നേതാക്കളുടെ നിർദ്ദേശമുണ്ട്, അതനുസരിച്ചാണ് ചെയ്തത്. അവസാനം കേസ് വന്നപ്പോൾ എല്ലാവരും കൈയൊഴുകയും ജോസ് നെല്ലേടത്തിന്റെ മുകളിൽ കുറ്റം ചുമത്തുകയും ചെയ്തു. അതോടുകൂടി ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു അദ്ദേഹം. വലിയ ചർച്ചയാണ് ഇപ്പോൾ വയനാട്ടിൽ. സംസ്ഥാന തലത്തിൽ അത് വലിയ ചർച്ചയാണ്. മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല, അതുകൊണ്ട് ചർച്ചയായിട്ട് വന്നിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. അതിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രധാനപ്പെട്ട 3 കോൺഗ്രസ് നേതാക്കളുടെ DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ അടക്കം പേര് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കോൺഗ്രസ്, എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്, എങ്ങോട്ടാണ് കോൺഗ്രസ് പോകുന്നത് എന്നതിന് ഉദാഹരണമാണ് ഇത്. 2ാമത്തെ ആത്മഹത്യയല്ല, ഇതിനു മുമ്പും ആത്മഹത്യ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി, പരസ്പരം പാരവച്ചതിന്റെ ഭാഗമായി, കാലുവാരിയതിന്റെ ഭാഗമായി, സാമ്പത്തിക തട്ടിപ്പിൽ കുരുക്കിയതിന്റെ ഭാഗമായി. നോക്കൂ, PV ജോൺ ആത്മഹത്യ ചെയ്തതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലുവാരി തോൽപ്പിച്ചാണ് മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന PV ജോണിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അദ്ദേഹത്തെ കാലുവാരി തോൽപ്പിക്കുന്നു, അദ്ദേഹം സങ്കടം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ വയനാട്ടിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പ്രസിഡന്റായ ബാങ്കിൽ നടന്ന തട്ടിപ്പ്. അവസാനം അദ്ദേഹം കൈയൊഴിയാൻ ശ്രമിച്ചപ്പോഴാണ് ഗത്യന്തരമില്ലാതെ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്നത്, കോൺഗ്രസ് നേതാവ്. എന്ന് വെച്ചാൽ വയനാട്ടിലെ കോൺഗ്രസ് കൊലയാളി കോൺഗ്രസ്സായി മാറിയിരിക്കുന്നു. കൊലയാളി കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ കൊന്നു തിന്നുന്ന കോൺഗ്രസ്സായി മാറിയിരിക്കുന്നു എന്നർത്ഥം. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് സംസ്ഥാന നേതാക്കൾ കൈമലർത്തുന്നത്. പ്രാദേശിക നേതാക്കളാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൈമലർത്തുന്നത്. KPCC പ്രസിഡന്റിന്
ഇതേക്കുറിച്ച് ഒരഭിപ്രായമില്ല. മുൻ KPCC പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അതാരാ എന്ന് ചോദിച്ച് കൈമലർത്തുന്നു. ഇതാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ സ്ഥിതി. വയനാട്ടിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ, സംസ്ഥാന കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ്. കോൺഗ്രസിനകത്ത് വലിയ തോതിൽ സാമ്പത്തിക അരാജകത്വം നടക്കുന്നു. ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ പണം വേണ്ടത്ര വരുന്നില്ല പല ഭാഗത്തു നിന്നും. അതുകൊണ്ട് വലിയ തോതിൽ പിരിവ് നടത്തുക, മുക്കുക, പരസ്പരം കാലുവാരുക, കോൺഗ്രസ് പ്രവർത്തകനായാലും വേണ്ടില്ല, കോൺഗ്രസ് നേതാക്കളായാലും വേണ്ടില്ല, അങ്ങനെയുള്ള ഒരാളെ തട്ടിപ്പിനിരയാക്കി പണം സമ്പാദിക്കുക എന്ന നിലയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് വയനാട് നിന്ന് കേൾക്കുന്നത്. അതേക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മാധ്യമങ്ങളാകട്ടെ വളരെ മനോഹരമായി അത് ഒരു കോളം വാർത്തയും 2 കോളം വാർത്തയുമാക്കി ചുരുക്കുകയും ചെയ്യുന്നു.